Hi, hello, welcome back to another video of X and Y Learning. So, ഇന്ന് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഡെവലപ്പിംഗ് ലോജിക്കൽ തിങ്കിങ്. പാരൻസിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ് ലോജിക്കൽ തിങ്കിങ് എൻ്റെ കുട്ടിയിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ബുക്കുകൾ വാങ്ങുന്നു, അതിന് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ എന്താണ് ട്രൂലി ഈ ഒരു ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്? എന്താണ്? യെസ്, നമ്മളപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എത്ര പെട്ടെന്ന് അത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. എന്താണ് കാര്യം? എങ്ങനെയാണ് അവനോ അല്ലെങ്കിൽ അവളോ അത് ചിന്തിക്കുന്നത് എന്നതിലാണ് കാര്യം, അല്ലെ? അത് തന്നെയാണ് ഈ ലോജിക്കൽ തിങ്കിങ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല. പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ ആർക്കും വേണമെങ്കിലും പറ്റും. ഓക്കെ, ആർക്കും വേണമെങ്കിലും പറ്റും. പക്ഷേ ഹിഡൻ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യത്തിൽ ഹിഡൻ ആയി കിടക്കുന്ന അതിൽ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു കുട്ടി എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ആ ഒരു തിങ്കിങ്ങിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. കാരണം അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനും എന്നിട്ട് മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കണം. സോ ഇതാണ് വേണ്ടത്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കരിക്കുലത്തിൽ വളരെയധികം ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? എക്സാംസ് ആണെങ്കിൽ ഇപ്പം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, അതുപോലെ ഇനിയിപ്പോൾ അതുപോലെ അടുത്തത് ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം വരുമ്പോഴത്തേക്ക് മെയിൻ സംഭവം എന്താണ്? എക്സാമിന് തലേന്ന് 3 മണിക്കൂർ മാരത്തോൺ ലൈവ്, അതിൽ പ്രീവിയസ് ഇയർ ചെയ്യിക്കുന്നു, അങ്ങനെ ചെയ്യിക്കുന്നു, ഇതിന് ചെയ്യുന്നു, ഫോർമുല അങ്ങനെ ആക്കുന്നു, കാണാപ്പാടാക്കുന്നു. ഇതിനൊക്കെ പുറമെ നമ്മൾ പഠിക്കുന്ന സമയത്തെ വളർത്തി കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ കണ്ട സ്വന്തമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നതാണ്. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സ്റ്റെപ്സ് എന്ന് മനസ്സിലാക്കുന്നതിലല്ല. ആ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ നിങ്ങളാണ് ട്രൈ ചെയ്യേണ്ടത്. നമ്മുടെ ടീച്ചേഴ്സോ നിങ്ങളുടെ പാരന്റ്സോ ഒന്നുമല്ല, നിങ്ങളാണ് അത് ട്രൈ ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്റ്റക്ക് ആവുന്നുണ്ടോ? അപ്പോഴും ആരോടും ചോദിക്കേണ്ട. സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും 2-3 തവണ അത് വീണ്ടും റീഡ് ചെയ്യുക. ഓക്കെ, വീണ്ടും റീഡ് ചെയ്തിട്ട് പറ്റുന്നില്ല, അപ്പോഴും ചോദിക്കേണ്ട, അത് അവിടെ വെക്കുക. ആ ക്വസ്റ്റ്യൻ മാറ്റി വെക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, മുന്നോട്ട് പോവാം. വീണ്ടും നിങ്ങൾ ഒരു 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റക്കായി നിന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, എല്ലാ ദിവസവും നമ്മുടെ മൂഡ് ഒരുപോലെ ആയിരിക്കില്ല, അല്ലെ? ചില സമയത്ത് നമ്മൾ ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല ഹാപ്പി ആയിട്ടുള്ള സമയത്ത് ബ്രെയിൻ നല്ല രീതിയിൽ ചിന്തിക്കും. ഓക്കെ, നമുക്ക് പഠിക്കണ്ട, നമ്മളെ പാരന്റ്സും ടീച്ചേഴ്സും നിർബന്ധിച്ചിട്ട് നമ്മളോട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി പഠിക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ അപ്പം ഒരു ഇറിറ്റേറ്റഡ് മൈൻഡിലാണുള്ളത്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ആ ക്വസ്റ്റ്യനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. ഹാർഡ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഫുള്ളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ആരുടെയും ഹെൽപ്പ് എടുക്കാതെ നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ റീഡ് ചെയ്യുക. അപ്പൊ തന്നെ സൊല്യൂഷനിലേക്ക് പോകരുത്. ഓക്കെ, അപ്പൊ തന്നെ സൊല്യൂഷൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ഗൂഗിൾ, ChatGPT, ജെമിനി, ഇങ്ങനെ പല AI-കളുണ്ട്, പല പേരുകളുള്ള AI-കളുണ്ട്, അല്ലെ? ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ അവർ ചെയ്തുതരും. ഒറ്റയടിക്ക് പല രീതിയിൽ അവർ ചെയ്തുതരും. ഓക്കെ ആണല്ലോ? അപ്പൊ അവരാണ് ആ പണിയെടുക്കുന്നത്. നിങ്ങൾ തിങ്ക് ചെയ്യുന്നില്ല, അല്ലെ? നിങ്ങൾ സൊല്യൂഷൻ നോക്കുന്നു, ഓ ഇങ്ങനെയാണല്ലേ, ഇതിപ്പോ എനിക്ക് അറിയാലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇതേപോലെ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ എക്സാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ സൈഡിൽ AI ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ AI-യിലേക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണോ അല്ലേ വേറെ മെത്തേഡ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പക്ഷെ സോൾവ് ചെയ്യുന്നത് അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ ആണല്ലോ? പാരന്റ്സിനോടുള്ള ഒരു മെയിൻ കൺസേൺ ആണ്. പാരന്റ്സ് ഇപ്പൊ പറയും എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് ഭയങ്കര ഇന്റലിജന്റ് ആണ് മാത്സിൽ. അവർ പറയുന്ന ഇന്റലിജൻസ് എന്തായിരിക്കും? മാത്സ് കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പം കാൽക്കുലേഷൻസ് ആണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നതിലാണോ കാര്യം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ഇന്നത്തെ കാലത്ത് മെയിൻ പ്രശ്നമാണ് നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തത്. നമുക്ക്, അതായത് പാരന്റ്സിനും നമ്മൾ അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലത്ത് അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തത്, അല്ലെ? നമ്മൾ ലോങ് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നത് വളരെ കുറവായിരിക്കും. നമ്മളെ കൈ മെയിൻ ആയിട്ട് എങ്ങോട്ടാ പോവാ? ഷോർട്സ്. ഓക്കെ, ഷോർട്സിലേക്ക് ഇങ്ങനെ പോകും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് നേരെ പോകുക, അല്ലെ? പാരന്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. പാരന്റ്സ് കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാം ആയിരിക്കില്ല, ഷോർട്സിലായിരിക്കും ഉള്ളത്. പക്ഷെ എന്നാലും ലോങ് വീഡിയോ കാണുന്ന കാര്യത്തിനെക്കാട്ടി നല്ലത് ഷോർട്സ് ആണ്. വേഗം സ്വൈപ്പ് ചെയ്ത് പോകാലോ, അല്ലെ? ഇഷ്ടമായി നമ്മൾ ആ ഒരു 5 സെക്കൻഡ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കുള്ളൂ. 5 സെക്കൻഡ് ഒരു വീഡിയോയിൽ നിങ്ങൾ നിൽക്കുള്ളൂ. ആ 5 സെക്കൻഡിൽ ആ ഹുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണും. അല്ലെങ്കിൽ എന്താക്കും? ഇതെനിക്കറിയാം, അല്ലെങ്കിൽ ഇത് വേണ്ട, അല്ലെ? ചില നല്ല അടിപൊളി സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ ഉള്ള പാട്ടും ഡാൻസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കാണും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ തന്നെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് പോകും. ഇതേ പ്രശ്നമാണ് കുട്ടികൾ എന്ത് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലം.
ഓക്കെ ആണല്ലോ. അവരൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 5 സെക്കൻഡ് അവർ ജസ്റ്റ് ഒന്ന് അത് വായിക്കും. 5 സെക്കൻഡിൽ അതിൽ മനസ്സിലായില്ലേ അവരത് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആൻസർ എടുത്ത് നോക്കും. അതുണ്ടാവരുത്. ഓക്കെ, 5 സെക്കൻഡ് അല്ല, അത് നന്നായിട്ട് റീഡ് ചെയ്യാനും അതിനാണ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാൽ ടീച്ചറിനോട് ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സൊല്യൂഷൻ ബുക്ക് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് സ്റ്റെപ്പൊക്കെ പഠിക്കുക എന്നതല്ല അല്ലെ. ആ ഒരു 5 സെക്കൻഡ് മറികടക്കാൻ അവരെ സഹായിക്കണം. ആ 5 സെക്കൻഡിൽ നിന്ന് ആ സൊല്യൂഷനിലേക്കോ അല്ലെങ്കിൽ 5 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്കോ പോകുന്നതിന് പകരം അവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. നിനക്ക് മനസ്സിലായില്ലേ, കുഴപ്പമില്ല, ഒരു 2-3 തവണയും കൂടി റീഡ് ചെയ്ത് നോക്ക്, അതിൽ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്ക്, എന്നിട്ട് തിങ്ക് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതാണ് വേണ്ടത് അല്ലെ. അപ്പം നമ്മുടെ മെയിൻ പ്രശ്നം ഈ റീൽസും ഷോർട്സും സ്വൈപ്പിങ്ങും ആണ് നമ്മളെ കുട്ടികൾക്കും ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. അതിനെ മറികടക്കാൻ നമ്മൾ വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. യെസ്. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മിത്ത് വേഴ്സസ് റിയാലിറ്റി. എന്താണ് സ്പീഡി കാൽക്കുലേഷൻ? സ്പീഡായിട്ട് പെട്ടെന്ന് ഇപ്പം ഏതെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന കുട്ടികൾ വാവ് ഇന്റലിജന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അവർ ഇന്റലിജന്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ലോങ്ങർ തിങ്കിങ് അല്ലെ, ബെറ്റർ രീതിയിൽ തിങ്ക് ചെയ്യുന്ന കുട്ടികൾ എന്താണ്, ഇന്റലിജന്റ് തന്നെയാണ് അല്ലെ. സ്പീഡി കാൽക്കുലേഷൻ ചെയ്യുന്ന പല കുട്ടികൾ അല്ലെ, ബ്രില്യൻ്റ് ആയിട്ട് സ്പീഡി കാൽക്കുലേഷൻസ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ ആണല്ലോ. അവർക്ക് ജസ്റ്റ് ഫോർമുല ബേസ്ഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് എക്സാം തീർക്കും, നല്ല മാർക്കും ഉണ്ടാവും. പക്ഷേ ട്വിസ്റ്റഡ് ആയിട്ട് കൊടുത്തു അപ്പൊ അവരെന്താ പറയാ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ അല്ലെ. പാരന്റ്സ് ആണെങ്കിലും പറയും ടീച്ചേഴ്സിനോട്, എന്റെ മോൻ നല്ല സ്പീഡായിട്ട് എല്ലാം ചെയ്യുന്ന ആളാണല്ലോ, എന്തുകൊണ്ടാണ് അവന് മാർക്ക് കുറഞ്ഞത്? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ഇത് അപ്പൊ ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ. പക്ഷെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കില്ല, അതിന്റെ ഉള്ളിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാനുണ്ടാവും. ഓക്കെ ആണല്ലോ. പക്ഷെ ലോങ്ങർ തിങ്കിങ് നല്ല രീതിയിൽ പല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾക്ക് എന്താണ്, അത് ട്രെയിൻഡ് ആണ്. ഓക്കെ, എക്സാമിന് ഹാളിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ ചിന്തിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അതിന് മുന്നേ പഠിക്കുന്ന സമയത്ത് അവർക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 1 മണിക്കൂർ ചിന്തിച്ചാലും 2 മണിക്കൂർ ചിന്തിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അത് അവരറിയുന്നില്ല, ആ കുട്ടികൾ അത് അറിയുന്നില്ല അവരെ ബ്രെയിനിൽ അത് എങ്ങനെയാണ് ട്രെയിൻ ആവുന്നതെന്ന്. പക്ഷെ പരീക്ഷ ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഒരു തവണ റീഡ് ചെയ്തു മനസ്സിലായില്ല, 2ാമത്തെ തവണ റീഡ് ചെയ്തു മനസ്സിലായില്ല, 3ാമത്തെ തവണ അവർക്ക് മനസ്സിലാവും. അതിലെന്തൊക്കെയോ അവർക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവരെടുത്തെഴുതി അവർക്ക് ചെറിയ വഴികളൊക്കെ തുറന്ന് അവർ മുന്നോട്ട് പോകും. പക്ഷെ ഇത് ഈ സ്പീഡി കാൽക്കുലേഷൻ ജസ്റ്റ് ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നേരെ ഫോർമുല മാത്രം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാവില്ല. അവിടെ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ എന്താണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. സ്കൂളുകളിൽ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇതാണ്, ഈ സ്പീഡി കാൽക്കുലേഷൻ എന്നുള്ളത് മാത്രമല്ല, അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും തരാം. ഓക്കെ ആണല്ലോ. അപ്പൊ ബോർഡ് എക്സാമിൽ പുറത്തുനിന്ന് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം, ഇത് പുറത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ. ഔട്ട് ഓഫ് സിലബസ് ഒന്നും ആയിരിക്കില്ല, നിങ്ങളുടെ സിലബസിൽ തന്നെ ഉള്ളതായിരിക്കും, പക്ഷെ ട്വിസ്റ്റഡ് ആയിരിക്കും, ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലാസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അങ്ങനെ ആവരുത്. സോ നിങ്ങൾ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, തിങ്ക് ചെയ്യുന്നതും ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതിൽ തന്നെ കുറെ നേരം പോണ്ടർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ലോങ്ങർ റണ്ണിൽ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ 20 മിനിറ്റ്സും 30 മിനിറ്റ്സും നമ്മൾ ചെലവഴിക്കേണ്ട ക്വസ്റ്റ്യൻസ് പോലും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നതും നല്ല ക്രിറ്റിക്കൽ തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് സോൾവ് ചെയ്ത് മുന്നോട്ടും ബെറ്റർ റാങ്കിലേക്കൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. സോ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, തിങ്കിങ് നല്ല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി. നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതല്ല 1 മണിക്കൂറോ 2 മണിക്കൂറോ, ഇനി അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ക്വസ്റ്റ്യനിൽ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ അവർ സ്വന്തമാണ് ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമാണത് ചെയ്യുന്നത്, വേറെ ആരും ഹെൽപ്പില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ ആ 2ാമത്തെ ഇപ്പൊ നിങ്ങളെ ഫസ്റ്റ് ദിവസം കിട്ടിയില്ല, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ആ ക്വസ്റ്റ്യനിൽ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹിന്റ് ഒക്കെ കിട്ടി, ഐഡിയ ഒക്കെ മനസ്സിലായി, നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളെ സന്തോഷം ആലോചിക്കുക, നിങ്ങൾ തന്നെ സ്വയം അത് ആൻസർ ചെയ്തു. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് ആയിട്ട് ആ സൊല്യൂഷൻ നോട്ട് ഒന്നും നോക്കാതെ, ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാതെ, നിങ്ങളുടെ ട്യൂഷൻ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നിങ്ങളത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്തോഷം ഭയങ്കര നല്ലതായിരിക്കും അല്ലെ. യെസ്. അപ്പൊ നമ്മൾക്ക് ഇതിനൊക്കെ വേണ്ട കാര്യം എന്താണ്, ഒരു ഹാബിറ്റ് ബിൽഡിംഗ് ഉണ്ടാവണം. നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കണം. എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യാം. ഓക്കെ, ഈ വെയിറ്റ് ഞാൻ കൊടുത്തറിയോ, ആ റീഡ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞ് തന്നെ വേണ്ട, ഓക്കെ സൊല്യൂഷൻ നോക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് അറിയാം ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് നോക്കണ്ടല്ലോ, സൊല്യൂഷൻ ബുക്ക് നോക്കിയാൽ പോരെ, അങ്ങനെ ചിന്തിക്കരുത്. റീഡ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, റീഡ് ചെയ്യുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, വീണ്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി റീഡ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് സൊല്യൂഷൻ ബുക്കിലേക്ക് പോകരുത്, 2-3 തവണ റീഡ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങൾ വേർഡ് ബൈ വേർഡ് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. മീഡിയം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഹാർഡ് ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അതുപോലെ റൈറ്റ് എവറിത്തിങ് ഡൗൺ.
അത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എപ്പോഴും മാത്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് കൃത്യമായി എഴുതുക. ഗിവൺ അല്ലെ, നമ്മൾ എപ്പോഴും പറയും സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസിൽ തന്നിടുന്നത് എടുത്തെടുത്ത് എഴുതുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ റൈറ്റ് എവറിത്തിങ് ഡൗൺ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് ഇവിടെയൊക്കെ ഒരു യൂസ് വരുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്താ പോണ്ടർ ഓഫ് യുവർ തോട്ട്സ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുണ്ട്, അപ്പൊ ഇതായിരിക്കും അതായിരിക്കും, അങ്ങനെ പല രീതിയിൽ ചിന്തിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ പിന്നെന്താണ്, റീഡ് ദ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ്. ഞാൻ പറഞ്ഞതാണ്. അപ്പൊ 3 റൂൾസ് ആണ്, ഇത് 3 റൂൾസ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്, 3 റൂൾസ് ആണ്. ഈ 3 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ക്വസ്റ്റ്യൻ കിട്ടി, റീഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് പോകരുത്, സൊല്യൂഷനിലേക്ക് പോകരുത്, റീഡ് ചെയ്യുക, കുറച്ചു നേരം അത് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. ഗിവൺ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് എഴുതുക. എന്നിട്ട് ആ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഗിവൺ ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. മൾട്ടിപ്പിൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും റീഡ് ചെയ്യുക, ഒരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനെ വീണ്ടും റീഡ് ചെയ്താലുള്ള ഹെൽപ്പ് എന്താ പറയുക, നമുക്ക് കുറച്ച് ക്ലൂസ് കിട്ടും. ഏതൊരു ഹാർഡ് പ്രോബ്ലം ആയാലും അതിൽ ചെറിയ ക്ലൂസ് ഉണ്ട്. പക്ഷെ അത് ഒറ്റ റീഡിങ്ങിലോ രണ്ടാമത്തെ റീഡിങ്ങിലോ ചിലപ്പം കിട്ടില്ല. മേ ബി ഒരു 3-4 തവണ റീഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നമ്മളൊരു വേർഡോ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് സ്ട്രൈക്ക് ചെയ്യുക. അതായിരിക്കും ആ ക്വസ്റ്റ്യനിലുള്ള ഹിഡൻ ക്ലൂ. ഓക്കെ ആണല്ലോ. അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മുടെ മൂഡൊന്നും ശരിയില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നതെങ്കിൽ നമ്മൾ ടയേർഡ് ആയിരിക്കും, നമ്മൾ വോൺ ഔട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും ആ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ 3-4 തവണ വായിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല, ഞാൻ സൊല്യൂഷൻ നോക്കട്ടെ, സൊല്യൂഷൻ നോക്കരുത്, അതവിടെ വെക്കുക, കുഴപ്പമില്ല. 2 ദിവസമോ അല്ലെ 1 ദിവസം നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക, ഫ്രഷ് മൈൻഡിൽ വന്നിട്ട് ഇതൊന്നും കൂടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പറ്റുന്നില്ലേ, അത്രയും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്പ് ഒക്കെ നേടാം. അപ്പോഴും നിങ്ങൾ എന്താ നോക്കട്ടെ, ഹിന്റുകളാണ് ടീച്ചേഴ്സിനോട് ചോദിക്കേണ്ടത്. ടീച്ചേഴ്സിനോടാണെങ്കിലും പാരന്റ്സിനോട് എനിക്ക് ഹിന്റ് തന്നാൽ മതി, എനിക്ക് ആൻസർ പറഞ്ഞു തരണ്ട, എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യമാണെന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്തിപ്പിച്ചാൽ മതി, ബാക്കി മുന്നോട്ട് ഞാൻ പോയിക്കോളും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കും, മാം ഇതിന്റെ ആൻസർ പറഞ്ഞുതരൂ, മാം ഇതിന്റെ ആൻസർ ചെയ്തു തരൂ. അങ്ങനെയല്ല, മാം എനിക്കൊരു ഹിന്റ് തരൂ, ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ തിങ്കിങ്ങിനെ വളർത്തിയെടുക്കാൻ പറ്റുക. കാരണം ഇന്നത്തെ കാലത്ത് കാൽക്കുലേഷൻസ് ചെയ്യാനും എല്ലാം ചെയ്യാനും AI ഉണ്ട് അല്ലെ, പല കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, അതുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ തിങ്കിങ് അത് നിങ്ങൾ തന്നെ ചെയ്യണം. അതൊന്നും അവർക്ക് എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം നല്ല രീതിയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബാക്കിയുള്ളതിനൊക്കെ റിപ്ലേസ് ചെയ്യാൻ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെ, ലോജിക്കൽ തിങ്കിങ് വേറെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതാണ് നിങ്ങൾ ഈ സ്മോളർ ക്ലാസ്സസ് തൊട്ടേ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളുടെ ലോങ്ങർ റണ്ണിലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ പാരന്റ്സും ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് കുട്ടികളെ സൊല്യൂഷനിലേക്ക് തള്ളി വിടാതെ അവരെന്ത് ചെയ്യുക, തിങ്ക് ചെയ്യാൻ അവർക്ക് സമയം കൊടുക്കാം. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. കുറെ ആൾക്കാർക്കുള്ളതാണ് എങ്ങനെയാണ് ഈ ലോജിക്കൽ തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുക. അത് കുറെ ബുക്കുകൾ ചെയ്യുന്നതിലൂടെ അല്ല, ക്വസ്റ്റ്യൻസ് കണ്ട് ക്വസ്റ്റ്യൻസിന് മുകളിൽ പോണ്ടർ ചെയ്ത് പല രീതിയിൽ ചിന്തിച്ച് അല്ലെ, കുറെ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ആൻസേഴ്സ് കിട്ടുക. അത് ഭയങ്കര ഒരു എക്സലന്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുക. ക്ലാസ്സസിലൊക്കെ ഓരോരുത്തർക്കും 3 മെത്തേഡിലൊക്കെ ഒരേ സാധനം ആൻസർ കിട്ടുന്നുണ്ടാവും. അത് വളരെ നല്ല കാര്യമാണ് അല്ലെ. പല രീതിയിൽ അവർ തിങ്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ചില ആൾക്കാർക്ക് മെത്തേഡ് 1 ആയിരിക്കും, ചില ആൾക്കാർക്ക് 3 മെത്തേഡിൽ സെയിം ആ ഒരു ക്വസ്റ്റ്യൻ 3 മെത്തേഡിൽ ചെയ്യാനുള്ളത് അറിയായിരിക്കും. സോ അതിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേ അവർ തിരഞ്ഞെടുക്കും, അത് അവർ എക്സാമ്പിൾ അപ്ലൈ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ട് എത്ര സെക്കൻഡിലാണ് സൊല്യൂഷൻ നോക്കാന്ന് ഒന്ന് ജസ്റ്റ് കമന്റിൽ പറയാം. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ ടഫ് ക്വസ്റ്റ്യൻ കേട്ടോ, ടഫ് ക്വസ്റ്റ്യൻ കണ്ട് ഒരു 3 സെക്കൻഡിലാണോ 5 സെക്കൻഡിലോ, അല്ലെങ്കിൽ ഞാൻ മാം 1/2 മണിക്കൂർ ഇരുന്നിട്ട് ഫുൾ നോക്കിയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണോ എന്നുള്ളത് കമന്റിൽ പറയാം. സോ എത്ര സെക്കൻഡിലാണ് നിങ്ങൾ സൊല്യൂഷൻ ബുക്കിലേക്ക് പോവാറുണ്ടായിരുന്നത്, ഇനി പോവില്ല, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് കമന്റ് ഡൗൺ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു, ബൈ ബൈ.